ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ജനവഞ്ചന യാത്രയെന്ന പേരാണ് ചേരുകയെന്ന് എം.പി. ഡീൻ കുര്യാക്കോസ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും ദുരിതത്തിലാഴ്ത്തുകയാണ് LDF സർക്കാർ ചെയ്തത്. ഇതിലുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം. 18,000 കോടി അനുവദിച്ചുവെന്ന് പറഞ്ഞ ഇടുക്കി പാക്കേജ് വെറും പ്രഹസനമായി മാറിക്കഴിഞ്ഞതായും എം.പി. തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മധ്യമേഖല യാത്രയാണ് ഇടുക്കി ജില്ലയിൽ അടുത്ത ദിവസം വരുന്നത്. ആ യാത്രയുടെ പേര് വികസന മുന്നേറ്റ യാത്ര എന്നാണ്. എന്നാൽ അവർക്ക് ചേരുന്നത് ജനവഞ്ചന യാത്ര എന്ന പേരാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോട് ആ യാത്രയുടെ പേര് ഉടനെ തന്നെ മാറ്റി ജനവഞ്ചന യാത്ര എന്നാക്കണമെന്ന് അഭ്യർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു നശിപ്പിച്ച് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളെ, കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ ദുരിതത്തിലാഴ്ത്തിയ ഈ ഗവൺമെന്റിനുള്ള കുറ്റപത്രം റെഡിയാണ്. ആ കുറ്റപത്രം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ളത്. അപ്പോ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെയാണ്. ഒന്നാമതായി നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പട്ടയ വസ്തുവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്, അതിൽ വ്യവസ്ഥാ ലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ക്രമവൽക്കരണം വേണമെന്ന് ഈ ഗവൺമെന്റ് അനാവശ്യമായി അടിച്ചേൽപ്പിക്കലുണ്ടായി. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിർമ്മിതികൾ ക്രമവൽക്കരിക്കാൻ ഫീസ് ഈടാക്കണം എന്നുള്ള ഒരു നിലപാട് വന്നു. ക്രമവൽക്കരണത്തിന് ഫീസ് ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ് UDFന്റെ നിലപാട്. LDFന്റെ നിലപാട് ക്രമവൽക്കരണത്തിന് ഫീസ് ഈടാക്കണം എന്നുള്ളത്. ക്രമവൽക്കരണത്തിന് ഫീസ് ഈടാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളോട് വഞ്ചന നടത്തിയിട്ടുള്ള ഈ ഗവൺമെന്റിന് എന്ത് അവകാശമാണുള്ളത് ഇത്തരത്തിലുള്ള ഒരു വികസന മുന്നേറ്റ യാത്ര നടത്തുന്നത്? എത്രയോ കാലങ്ങളായി പട്ടയ നടപടികൾ മുടങ്ങിക്കിടക്കുകയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ കൃഷിക്കാരുടെ ഇരുട്ടടി അല്ലെങ്കിൽ കൃഷിക്കാരുടെ തലമണ്ടയ്ക്ക് മേലെ ഇരുട്ടടി കൊടുക്കുന്ന തരത്തിൽ ആണ് ഈ ഉത്തരവുകളൊക്കെ ഇവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടയ നടപടികൾ അങ്ങനെ പൂർണ്ണമായി നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ്.